ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത പഴം വെച്ചിട്ടുള്ള ഒരു ബനാന ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ബനാന ബോൾസ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊലിയൊക്കെ കറുത്ത് വരുന്ന പഴം ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റാക്കി കളയണ ആ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാകുമ്പോൾ നമുക്ക് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴം ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബനാന ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നമ്മൾ ബനാന ബോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷുഗർ ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് പഴുത്ത പായതുകൊണ്ട് നല്ല മധുരം അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഷുഗർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം ഇതിലേക്കൊന്ന് ഫസ്റ്റ് തന്നെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രെഡും പഴം ഒരുപോലെ തന്നെ ആവും വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമോ മിൽക്കോ ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഇതിലുള്ള ഈ പഴത്തിലുള്ള നനവ് വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. കാരണം അത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളമോ മിൽക്കൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാവ് നമ്മളതിൽ നിന്നും പാനിൽ നിന്നും വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും. പിന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ചെറിയ ചൂടിൽ നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള മിക്സിങ് കിട്ടുള്ളൂ. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ബലം വെച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനും ഈ കുഴഞ്ഞ രൂപത്തിലായിട്ട് കിട്ടുകയില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ കയ്യിൽ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓയിലേക്ക് ഇട്ട് വറുത്തെടുക്കുമ്പോഴും പൊട്ടിപ്പോവാതിരിക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഇത്തിരി ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോൾസ് ഇല്ലേ, അത് ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബോളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കയ്യുമ്മൽ ഓയിൽ തടവി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോളാക്കിയിട്ട് കിട്ടും കേട്ടോ. കയ്യിൽ ഉരുട്ടി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മൊത്തം ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം തന്നെ നമ്മൾ ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ചെറിയ ചൂടിലൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടാനുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിലേ ഉള്ളൂ. അതിൻ്റെ പുറം വശം മാത്രം ഒന്ന് ബ്രൗൺ കളർ ആവാനുള്ളതേ ഉള്ളൂ. ഉൾവശമൊക്കെ നല്ലതുപോലെ കുക്കാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുള്ള ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലേക്ക് ഇട്ടെന്ന് കരുതിയിട്ട് പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. അത് ആരും പേടിക്കൊന്നും വേണ്ട. അത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. അത് ഒരു വശം ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ മറിച്ചിട്ടിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതൊരു വശമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പ്രാവശ്യവും അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ കഴിയില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്നും പിന്നെ ഇത് നല്ല പഴുത്ത പഴമാണോ എന്നൊന്നും അവർക്ക് അറിയാൻ കഴിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കൂലേ അതേ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇതിനും കിട്ടുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടിയും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മൊത്തം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒറ്റൊരു ബോൾസ് പോലും നമ്മളത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വേസ്റ്റാക്കി കളയുന്ന പഴം മതി നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.